വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് യു ഡി എഫ് നിൽക്കുന്നത്. കാരണം നല്ല തിരിച്ചുവരവ്, ഉജ്ജ്വലമായൊരു തിരിച്ചുവരവ് യു ഡി എഫിനുണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് ഒന്നാമത്തെ കാര്യം, സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു ജനവികാരമുണ്ട്. അത് വീടുകളിൽ കയറിയ സ്ഥാനാർത്ഥികളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഞങ്ങളത് ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഒരു കാലത്തും കാണാത്ത തരത്തിലുള്ള സർക്കാരിനോടുള്ള പല കാരണങ്ങൾ കൊണ്ടുള്ള വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധം നിൽക്കുന്നു. രണ്ടാമത്, സാധാരണ പതിവില്ലാത്ത വിധം ഞങ്ങൾ നല്ല മുന്നൊരുക്കം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട്. ഒരു കൊല്ലം മുമ്പ് തന്നെ എല്ലാ വാർഡ് കമ്മിറ്റികളും രൂപീകരിച്ചു, വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു, ഞങ്ങൾ ഒരു റൗണ്ട് ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി, കുടുംബ സംഗമങ്ങൾ നടത്തി, ഞങ്ങൾ സജ്ജമായിരുന്നു. പിന്നെ പൊതുവേ യു ഡി എഫിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങളില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, പണ്ട് മലപ്പുറത്തൊക്കെ സാമ്പാർ മുന്നണിയും മറ്റതൊക്കെയാണ്. ഈ പ്രാവശ്യം എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും റിബൽ സ്ഥാനാർത്ഥികളൊക്കെ വളരെ കുറവാണ്, 10-1 പോലും ഇല്ല. പുതിയൊരു പ്രതിഭാസം, ഒരിക്കലും കാണാത്ത കേഡർ പാർട്ടികളിലാണ് ഇപ്പോൾ റിബൽ ശല്യം. CPM-ലേക്ക് സംസ്ഥാന വ്യാപകമായി നിരന്തരമായ റിബൽ ശല്യമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായി ഉന്നയിച്ച കുറ്റപത്രം അത് ഗൗരവതരമായി എല്ലാ ഫീൽഡിലും ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഇപ്പോൾ ശബരിമല വിഷയം ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയമാണ്. അതിപ്പോഴും അത് അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. കാരണം ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പവും അടക്കം മോഷ്ടിച്ച, കവർന്നെടുത്ത ഒരു വലിയ സംഭവമാണ്. കേരളം തന്നെ അമ്പരന്ന് നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, സമുന്നതരായ 2 CPM നേതാക്കൾ ജയിലിലാണ്. അവർക്കെതിരായി ഒരു നടപടി സ്വീകരിക്കാൻ പോലും ഇതുവരെ CPM തയ്യാറായിട്ടില്ല. CPM-ന് അവരെ പേടിയാണ്. മുൻ MLA-യും ജില്ലാ തലത്തിലെ ഉയർന്ന നേതാവുമാണ് ഒരാൾ. നടപടിയെടുക്കാൻ പറ്റുന്നില്ല. അയ്യപ്പൻ്റെ സ്വന്തം കവർന്നെടുത്തു എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തെളിവുകൾ സഹിതം അന്വേഷിച്ചു കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കി, കോടതി റിമാൻഡ് ചെയ്ത പ്രതികളെപ്പോലും, ഇത്രയും ഗുരുതരമായൊരു കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്കെതിരായി സംഘടനാപരമായ നടപടിയെടുക്കാൻ പോലും CPM ഭയപ്പെടുക. എന്നിട്ട് എടുക്കില്ലെന്ന് പറയണം. ഇപ്പം എടുക്കില്ല, കാരണം അവരിനി പുതിയ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്നുള്ള ഭയമാണ് CPM-ന്. ഗവൺമെൻറ് ഇതിന് കുടപിടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ SIT-യുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമുണ്ട്. തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. SIT കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു ഫങ്ഷനിങ് അല്ല. ഇല്ലെങ്കിൽ മുൻ മന്ത്രി, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ SIT, ഹൈക്കോടതി രൂപീകരിച്ച SIT, ഹൈക്കോടതി രൂപീകരിച്ചാണെങ്കിലും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ മീതെ ഒരു അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ, അല്ലാതെ നിൽക്കില്ല, അത് കഴിയുന്നതുവരെ മാറ്റി കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ശബരിമലയിലെ കേസിൽ, സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായ CPM നേതാക്കന്മാരുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കൾ വരും. കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, 1 തോക്കുകൾ ഇതിൻ്റെ പുറകിൽ, ബിഗ് ഗൺസ് എന്നുള്ള വാക്കാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമുള്ള 1 തോക്കുകൾ ഇനിയുണ്ട്. അവരും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം എന്ന് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ ഒരു സംഭവമുണ്ട്. അത് വളരെ ഗൗരവത്തോടേക്ക്. പിന്നെ സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 10 മാസമായിട്ട് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു തരിപ്പണമായി. കാർഷിക മേഖല തകർന്നു. വിദ്യാഭ്യാസ മേഖലയിൽ അനിശ്ചിതത്വമാണ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നവരുടെ ഗ്രാൻസ് പോലും കൊടുക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികളുടെ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട്. മലയോരത്ത് താമസിക്കുന്നവരെ വന്യജീവികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്, വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് അതിശക്തമായ പ്രതിഷേധം ഗവൺമെൻറ്റിനോട് നിലനിൽക്കുന്നു എന്ന് യാഥാർത്ഥ്യമാണ്.